ഹലോ, ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തു പോവാണ്. അപ്പോൾ നമ്മൾ പോണത് ഒരു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കാണാം. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ റെഡി ആവണത്. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 6 മണി 6:30 ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഓട്ടോയിൽ പോകണം, എന്നിട്ട് പിന്നെ നമുക്ക് ബസ് മാറിക്കയറണം. അങ്ങനെ ഇതാ ബസ്സൊക്കെ കിട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മാൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത്. ഇന്റേണൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തീരെ ടൈം കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിതാ മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആസ് യൂഷ്വൽ കയറിനോടത്തൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. യെസ്, സ്റ്റുഡിയോയിലേക്ക് തന്നെ. എനിക്ക് സ്റ്റുഡിയോത്തെ ടീഷർട്സിന്റെ കളക്ഷൻസ് ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓരോ മോഡൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളായി തോന്നി എൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ. അതും മാത്രമല്ല നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ അതിനും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ചെയിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ സൈഡിലായിട്ട് സിസ്റ്റേഴ്സ് അവർക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ടീഷർട്ടായിട്ടും അങ്ങനെയൊക്കെ. അങ്ങനെ ഇതാ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. അടുത്തതായിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇനി അടുത്തതായിട്ട് പോണത് ഫുഡ് കോർട്ടിലോട്ടാണ്. നമ്മൾ വന്നിട്ട് കുറച്ച് നേരം ആയല്ലോ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാന്ന്. നമ്മൾ പിസ്സ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പിസ്സ കഴിക്കാന്ന്. അങ്ങനെ ഇതാ നമ്മൾ പിസ്സൊക്കെ ഫുഡ് മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ നമ്മളോട് ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിൽക്ക് ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അവരിതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ പിസ്സ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാളിലുള്ള കറക്കം കഴിയുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 1 കേട്ടോ. അപ്പം നമ്മളിതാ ഫെബ്രുവരിയുടെ കലണ്ടർ മാറ്റിയിട്ട് മാർച്ചിലത്തെ കലണ്ടറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്ത് പെട്ടെന്നല്ലേ ഓരോ മാസം ഇപ്പോൾ പോണത്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പഠിക്കാതിരിക്കുകയാണ് കേട്ടോ. മൺഡേ മുതൽ നമ്മുടെ ഇന്റേണൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എത്ര പേജ് ഉണ്ട്, എത്രത്തോളം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഒന്ന് മറിച്ച് നോക്കുകയാണ്. പിന്നെ എപ്പോഴും ചെയ്യാറുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടാൽ തന്നെ കുറച്ചൊക്കെ പഠിക്കാൻ തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാം ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെം എക്സാം വരുന്നത് ഏപ്രിലാണ്. ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഏപ്രിൽ എക്സാം വരുന്നത്. ഇതുവരെ ആണെങ്കിൽ നമുക്ക് മാർച്ചിൽ എക്സാം ഒക്കെ കഴിയും. ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ മെയ്യും ഫുൾ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഏപ്രിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ എൻ്റെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് പോർഷൻസേ നോക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കുറേ ആയിട്ടോ ഒരു ജേണലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജേണലൊക്കെ ചെയ്യാമെന്ന്. ഇന്നാണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഫുൾ ഫ്രീയും ആണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള തീം ഒരു സീക്രട്ട് സ്റ്റാറി നൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ തീമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാൻഗോയുടെ സീക്രട്ട് സ്റ്റാറി നൈറ്റ്. ഈ വാൻഗോയുടെ പെയിൻറ്റിങ്സ് ഞാൻ ടോട്ട് ബാഗിൽ, അതേപോലെ ഫോൺ കേസ്, അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, അപ്പോൾ ഒരു ജേണൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പ്രിൻറ്റിങ് ഷോപ്പിൽ കയറിയിട്ട് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഞാൻ നേരത്തെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാണ്ടല്ല, വീഡിയോ എടുക്കും, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. വോയിസ് ഓവർ കൊടുക്കാനാണ് കുറച്ച് പണി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ വരാനായിട്ട് നല്ലോണം ലേറ്റ് ആവുന്നത്. സോറി. ഞാൻ കറക്റ്റായിട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഒരു ജേണൽ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇന്ന ദിവസം ഇന്ന വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടത്. വീക്കിലി ഒരു 3 ലോങ് വീഡിയോ എങ്കിലും ചെയ്യണം, പിന്നെ 2 ഷോർട്സ്, അങ്ങനെയൊക്കെ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം സെറ്റാക്കണം.
പിന്നെ നമ്മുടെ റമദാനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഭംഗി എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞല്ലോ എന്ത് പെട്ടെന്ന് മാർച്ചായെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ഭയങ്കര പെട്ടെന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഭയങ്കര സ്പീഡിലാണ് പോയത്. കുറേ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനിയെങ്കിലും അതൊക്കെ നടത്തണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മാർച്ച് മാസം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം എൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അങ്ങനെ സംസാരിച്ച് നമ്മളുടെ ജേർണൽ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.